സിദ്ദിഖ് എം.എൽ.എ വ്യാജ വീഡിയോയുമായി തരംതാണ കോൺഗ്രസ് സൈബർ പോരാളിയെ പോലെ പെരുമാറുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. ദുരന്തബാധിതരുടെ വീടിന് തറക്കല്ലിടൽ തീയതി പറഞ്ഞ് തളർന്നു നിൽക്കുകയാണ് അദ്ദേഹം. വയനാട് MP-യായ പ്രിയങ്ക ഗാന്ധി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര ഫണ്ട് നൽകിയെന്ന് ടി സിദ്ദിഖ് പറയണമെന്നും കെ റഫീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടി സിദ്ദിഖ് MLA കോൺഗ്രസിന്റെ സൈബർ പോരാളികളെ പോലെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന ആരോപണവുമായാണ് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് വാർത്താ സമ്മേളനം നടത്തിയത്. കൈരളി TVയിൽ താൻ നടത്തിയ ചർച്ചയിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് വ്യാജ പ്രചാരണത്തിന് ടി സിദ്ദിഖ് ഉപയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹമാണ് ഡിസംബർ 10-ാം തീയതി തെരഞ്ഞെടുപ്പ് മുമ്പിൽ തറക്കല്ലിടും 28-ാം തീയതി എന്ന് പ്രഖ്യാപിച്ചത്. നടന്നില്ലല്ലോ. 28-ാം തീയതി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ജനുവരി 10-ന് തറക്കല്ലിടും, എല്ലാം പൂർത്തീകരിച്ച് തറക്കല്ലിടും അദ്ദേഹം പറഞ്ഞതാണ്. തറക്കല്ലിട്ടോ? ഇല്ല. മറുഭാഗത്ത് ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൈരളി ചാനലിലെ ചർച്ചയുടെ ഭാഗമായും അല്ലാതെയും നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോടെല്ലാം ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിലെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ? കോൺഗ്രസിന്റെ സ്ഥലം MP വളരെ ഗൗരവമായ വിഷയമല്ലേ. ഇതിലും അദ്ദേഹം കാണിച്ച വീഡിയോയിലും ആ കാര്യം പറയുന്നുണ്ട്. അത് അടർത്തി മാറ്റിയാണ് അദ്ദേഹം ഈ രൂപത്തിൽ എഡിറ്റ് ചെയ്ത് വീഡിയോ പ്രചരിപ്പിച്ചത്. ഈ സ്ഥലം MLA അല്ല, സ്ഥലത്തെ MP പ്രിയങ്ക ഗാന്ധി നിയമപരമായി തന്നെ രാജ്യത്തെ MP-മാർക്ക് തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ MP ഫണ്ടിൽ നിന്നും പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ പുനരധിവാസ പ്രവർത്തനത്തിന് കൊടുക്കാൻ കഴിയും. സ്ഥലം MP 1 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ കോൺഗ്രസിന്റെ? ദുരന്തബാധിതരുടെ വീടിന് തറക്കല്ലിടൽ തീയതി മാറി മാറി പറഞ്ഞ് തളർന്നു നിൽക്കുകയാണ് MLA ആയ ടി സിദ്ദിഖ്. അത് KPC പ്രസിഡന്റ് അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും. അധികം വൈകാതെ ആ കാര്യത്തിലേക്കും കടക്കും. അല്ല, അതില് ഈ മാസം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. KPCC പ്രസിഡന്റ് കൃത്യതയോടുകൂടി അതിന്റെ ഡേറ്റ് പറയും. KPC പ്രസിഡന്റ് കൃത്യതയോടുകൂടി അതിന്റെ ഡേറ്റ് പറയും, പാർട്ടി പറയും. ആ ഡേറ്റിന് നടക്കും. അതിന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ, PP സുനീർ എന്നീ MP-മാർ ഓരോ കോടി രൂപ വയനാടിന്റെ MP-മാർ അല്ലാതിരുന്നിട്ടും ദുരന്തബാധിതരുടെ ഫണ്ടിലേക്ക് നൽകി. A റഹീം, K രാധാകൃഷ്ണൻ, സന്തോഷ് കുമാർ, ജോസ് കെ മാണി എന്നിവർ 25 ലക്ഷം രൂപ വീതം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി. വയനാടിന്റെ MP ഫണ്ടിൽ നിന്നും എത്ര രൂപ പ്രിയങ്ക ഗാന്ധി നൽകി എന്ന ചോദ്യം കെ റഫീഖ് ഉന്നയിച്ചു. വ്യക്തിപരമായും CPIM MP-മാർ ഫണ്ട് നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പിലേക്ക് ആര് വരുന്നതിലും CPIM-ന് അഭിമാനമുണ്ട്. കാരണം CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ആ ടൗൺഷിപ്പ് എന്നും റഫീഖ് പറഞ്ഞു. CPIM ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പറയാം, അഭിമാനത്തോടെ പറയാൻ പറ്റും. ടൗൺഷിപ്പ് നടപ്പിലാക്കുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. അതും ഞങ്ങൾ അഭിമാനത്തോടെ പറയും. ഒരു വീട് പോലും 1.5 വർഷമായിട്ട് ഇപ്പൊ 531 ദിവസമായി. 531 ദിവസമാകുമ്പോൾ ഇതിന് ഈ കോൺഗ്രസ് പിരിച്ച പണത്തിനെ കുറിച്ചൊരു അഡ്രസ് ഇല്ലല്ലോ. KPCC പ്രസിഡന്റ് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പ്രഖ്യാപനം നടത്തിയവരാണെന്ന കാര്യം ടി സിദ്ദിഖ് അടക്കം ഒന്ന് ഓർക്കേണ്ടതാണെന്നും കെ റഫീഖ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വയനാട്.